ഹായ് ഫ്രണ്ട്സ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്. വൈ ECE ഓർ വൈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണിത്. 10 വർഷം മുമ്പ് BTech ECEയിൽ അഡ്മിഷൻ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലും ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. പലരും എന്നോട് ഇങ്ങോട്ടും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പലരോടും അങ്ങോട്ടും ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനന്നൊന്നും വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ 10 വർഷത്തെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഈ ക്വസ്റ്റ്യന് ഒരു ആൻസർ ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. വൈ ECE ഓർ വൈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്? നമുക്കറിയാം, നമ്മളൊരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പിലേക്ക് പോയാൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് പല മോഡൽ ഫോൺ അവിടെ കാണും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് ഫോണായിരിക്കും? ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേ ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഒരു കമ്പനി റിക്രൂട്ട്മെൻറ്റിനായിട്ട് എത്തുന്നതും. അവർ കൊടുക്കുന്ന സാലറി പാക്കേജിന് ആപ്റ്റായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെയാണ് അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രാഞ്ച് ECE അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കാരണം നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. KSEB പോലെയുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ്, BSNL പോലെയുള്ള ടെലികോം ഫീൽഡ്, ഇനിയും സോഫ്റ്റ്വെയറോ നെറ്റ്വർക്കിങ്ങോ അങ്ങനെയുള്ള ഫീൽഡുകൾ, അതുപോലെ തന്നെ PWD അങ്ങനെയുള്ള ഫീൽഡ്, എല്ലാ ഫീൽഡിലും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഏക ബ്രാഞ്ച് ECE ആണ്. ബാക്കിയുള്ള ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനും ഈ ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇനി നമ്മൾ റിസർച്ച് ഫീൽഡിൽ തന്നെയാണ് നിലനിൽക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ VLSI, കമ്മ്യൂണിക്കേഷൻ, എംബഡഡ് സിസ്റ്റം, സിഗ്നൽ പ്രോസസ്സിംഗ്, സ്പീച്ച് പ്രോസസ്സിംഗ്, നാനോ ഇലക്ട്രോണിക്സ്, അങ്ങനെ വളരെയധികം സാധ്യതകളാണ് ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും പറയാൻ സാധിക്കും, BTech ഈസ് ഈക്വൽ ടു ECE. ഒരു കംപ്ലീറ്റ് എഞ്ചിനീയറാണ് ECE പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയേഴ്സ്. അപ്പം BTech അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഇത് തീർച്ചയായും ഒരു ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ആര് ചോദിച്ചാലും ധൈര്യമായിട്ട് പറയുക, വൈ ഐ ചൂസ് ECE ഓർ വൈ ഐ ആം ഗോയിങ് ടു ചൂസ് ECE. നമസ്കാരം. എന്താണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതിനെ പറ്റി വിശദമാക്കാം. സാധാരണ 10ാം ക്ലാസ്സിന് ശേഷം +2 ചേരുന്ന കുട്ടികൾ ഏറ്റവും അധികം സെലക്ട് ചെയ്യുക സയൻസ് ബ്രാഞ്ചാണ്. കാരണം അവന് വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയും, അതുമല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തിരിയും, അതുമല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ആർട്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവന് ഫ്രണ്ടിലുണ്ടാവും. അതുപോലെ തന്നെയാണ് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുന്നിലും ഉള്ളത്. അവൻ PGയുടെ സമയത്ത് മെക്കാട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് മാറും. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ റിമോട്ട് സെൻസിങ്, അല്ലാന്നുണ്ടെങ്കിൽ സിവിയോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്, അതെടുത്താൽ മതിയും. അതുമല്ല, MTechൻ്റെ സമയത്ത് അവൻ എടുക്കുന്നത് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ബ്രാഞ്ചാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ ഒരു ഹാഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് മാറും. ഇതുകൂടാതെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് മാറണോ, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് മാറണോ, അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവൻ ഇഷ്ടമുള്ള ഏത് മേഖലയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും തിരിയാവുന്നതാണ്. സപ്പോസ് 2 കൊല്ലം സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി ചെയ്ത് മടുത്ത ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർക്ക് അവന് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ തിരിഞ്ഞു നോക്കാൻ ഒരു ഓപ്ഷനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കോർ ഫീൽഡ് ഇലക്ട്രോണിക്സിലേക്ക് തിരിച്ചു വരാം. അതുമല്ല, മുമ്പേ ഞാൻ ഈ പറഞ്ഞു കൂട്ട ഏതെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. തികച്ചും തെറ്റായ ധാരണ മാത്രമാണത്. ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് ജോലി കിട്ടുന്നത് സോഫ്റ്റ്വെയർ ഫീൽഡിൽ മാത്രമല്ല. ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റിന് ഒരു ഭാഷ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് അതിനെ ഗർഭം ധരിക്കുന്നതും അതിനെ പ്രസവിക്കുന്നതും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ആ സ്ഥിതിക്ക് അതിനെ ഭാഷ പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ തന്നെയാണ്. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ 50% കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ യാതൊന്നും തന്നെയില്ല. Hi friends, let us explore some career opportunities and job options in ECE. ECE, that is Electronics and Communication Engineering. Before that, let me tell you a fact. The fact is that ECE is the most sought out engineering program throughout the world. Why do you think this is the most sought out program? Of course, because electronics engineers can be placed in different sectors: manufacturing sector, design and development, consumer electronics, medical electronics, telecommunication, automobile industry, and the list goes on. In India, we have public sector companies, government sector companies, private companies,
etc. The public sector companies and government sector companies like BHEL, BEL, NTPC, HAL, IOCL, BSNL, ISRO, DRDO, BARC, railways, meteorological departments, etc. Then the private MNCs, that is, we all know Dell, Infosys, Microsoft, IBM, TCS, Tech Mahindra, Siemens, they all need electronics engineers. Now, if you do not want to go for a job, if you want to start a company, yes, electronics and communication engineers can become an entrepreneur. Now, if you do not want a job or a startup company, if you want to go for a higher study, then again electronics engineers have options. The higher studies options are, you can go for MBA, you can go for MBA, ME or MTech, you can go for MS by research, etc. Now, as a concluding remark, I want to say that if you are really passionate about engineering, yes, go for electronics and communication engineering. All the best. So, why ECE? Okay. Electronics and Communication Engineering is popularly shortened as ECE, and ECE rightfully rules the industry. From mobile phones and wristwatches to washing machines, refrigerators, ships, trains, aircrafts, defense equipment, they are all electronics and communicationized, and has definitely revolutionized the way we communicate and maintain our lifestyles. So I invite you to this exciting field of study to choose ECE and be a proud ECE student. Keeping in mind the merits and the huge scope for electronics and communication industry, most of the students prefer the field of electronics and communication engineering. The craze for the branch can be judged by some popular, frequently asked questions students post on social media platforms and elsewhere, like, can I get a job in NASA with a degree in ECE? How can ECE students from India get admissions into Ivy League universities in US for masters and research? How can a student of ECE of an average college get a good job? What are the prerequisites to get a top paid job for an ECE student? Is it possible for an ECE student to get a job in a gaming company? How can ECE students get a job in the IT industry? How can ECE students get a job in automobile domain? What are the top level exams ECE students can give to get a good job? I was interested in getting a job in Google and I am an ECE student. What should I do? What are the research opportunities for ECE students? So these are some of the responses, some of the questions and the attitudes which, people, students who want to do ECE display on social media platforms. The peculiarity of ECE branch is that ECE in combination with other fields is magical, which in my opinion greatly enhances the value of that field. ECE combined with computer science and IT gives rise to powerful supercomputers, cell phones, home automation systems and Internet of Things. ECE combined with mechanical engineering results into industrial robots which replace human labor and increase efficiency and productivity of the organization. Similarly, ECE with the help of computer-aided design can help civil engineers in architecture and construction. ECE combined with medical field gives world-class sophisticated medical tools, instruments and machines for carrying out X-ray, MRI scanning and operations with better accuracy and precision. Aerospace and ECE combined is a challenging field in space exploration, developing aircrafts, spacecraft, satellites and their communication systems. So after a major in ECE, one can easily migrate to other fields of one's passion and can work wonders in one's career. ECE subjects offer that flexibility. Students go crazy for ECE as it is an evergreen field because there is a continuous development of its components that have practical use in our day-to-day life. So I inspire you to be a part of this innovative branch with a scope to invent new appliances and gizmos and applications and make the world a better place. Thank you so much for watching this video. Please do like, comment and share, and of course subscribe if you have not done this so far. We will be back with more interesting videos like technical reviews, technical talks, unboxing videos and moral stories. Once again, thank you so much. See you again.